എന്തു പറ്റി മോളെ? മുഖത്ത് വല്ലാത്തൊരു പ്രയാസം. ഒന്നുമില്ല അമ്മണിയമ്മേ, വല്ലാത്തൊരു ക്ഷീണം പോലെ. ഈ സമയത്ത് ചെറിയൊരു ക്ഷീണം പോലെയൊക്കെ തോന്നും. അത് കാര്യമാക്കണ്ട. മോക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണോ? ഓറഞ്ച് ഇരിപ്പുണ്ട്, ജ്യൂസ് ഉണ്ടാക്കി തരട്ടെ? എനിക്കിപ്പോ ഒന്നും വേണ്ട, കഴിച്ച ഞാൻ ഛർദിക്കും. എപ്പോഴും ഇങ്ങനെ മനസ്സ് വിചാരിച്ചോണ്ടിരുന്നാലോ കുഴപ്പം? ഛർദിക്കില്ലെന്നും ഉറപ്പിക്കണം, പിന്നെ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. എനിക്ക് എന്താ ആശ്വാസം അമ്മണിയമ്മന്നറിയോ? ആരുമില്ലാത്ത ജന്മമല്ലേ എന്റേത്. നിങ്ങളിപ്പോ എന്റെ ആരൊക്കെയോ ആണ്. ആരൊക്കെയോ ആണെന്ന് പറയല്ലേ മോളെ, അമ്മയാണെന്ന് പറ. അങ്ങനെ കരുതിയില്ലെങ്കിലും വേണ്ടില്ല, ചുമ്മാ എന്റെ സന്തോഷത്തിനെങ്കിലും അമ്മയെ പോലെ എന്ന് പറ. അത് ഞാൻ പറയണോ? അല്ലാതെ എന്നെ അമ്മണിയമ്മയ്ക്ക് അറിയില്ലേ? ഞാൻ ആലോചിക്കാം, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആരൊക്കെയോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണെന്ന്. ഇനി ആരൊക്കെ വരാനിരിക്കുന്നു? നമ്മുടെ നിയന്ത്രണത്തിലല്ല ജീവിതത്തിൽ ഓരോന്നും നടക്കുന്നത്. ഒക്കെ ഈശ്വരൻ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെ നടക്കും. അല്ല, അത് മോക്കറിയാലോ, പിന്നെ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ വിചാരിച്ച് സന്തോഷിച്ചിരിക്കണം. എല്ലാം മറക്കണം, എല്ലാം മറന്ന് സന്തോഷിക്കണം. ഞാൻ കുറച്ചേരം കിടക്കട്ടെ. ശരി. അയ്യോ മോളെ, എന്ത് പറ്റി മോളെ? മോളെ, അയ്യോ മോളെ, എന്റെ പൊന്നു മോളെ, എന്ത് പറ്റി? എന്റെ മോളെ ഓർമ്മ കണ്ട് വീണു. എന്റെ കുഞ്ഞ് കണ്ണു തുറക്കുന്നില്ല. അയ്യോ മോളെ, മോളെ കണ്ണു തുറക്കും മോളെ, മോളെ. അയ്യോ മോളെ, 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 മോളെ കണ്ണു തുറക്കണം, കണ്ണു തുറക്കും മോളെ. അയ്യോ ഒരനുക്കും ഇല്ല മോളെ. ഞാനൊരു വണ്ടി വിളിക്കാം. മോളെ, മോളെ, മോളെ കണ്ണു തുറക്കണം മോളെ. അപ്പോ നീ ഇവിടെ കളിച്ചോണ്ടിരുന്ന കേട്ടോ. എല്ലാവരും ഇപ്പൊ റെഡിയായി വരും. നീ മാത്രം തലയും ചെയ്യണ്ട, മുടിയും കെട്ടണ്ട, പൊട്ടും തൊടണ്ട. അതൊന്നും ഇപ്പൊ ഫാഷൻ അല്ല. അമ്മ കുറച്ചൊക്കെ മോഡേൺ ആണ്. ദേ പെണ്ണെ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എഴുന്നേറ്റ് വാ ഇങ്ങോട്ട്. ദേ ഈ ഗെയിം ഇപ്പൊ തീരും. ഒരു മിനിറ്റേ. എന്നാ നീ ഇവിടെ ഇരുന്നു, ഞങ്ങള് പോവാ. വല്ലപ്പോഴാ ഹരി എല്ലാരും കൂട്ടി ഒന്ന് പുറത്തേക്ക് പോകുന്നേ. അപ്പോഴാ കൊച്ചിന്റെ ഒരു ഗെയിം. ഞങ്ങള് റെഡിയായി. ഹരിയേട്ടൻ എന്തി? എല്ലാവരും റെഡിയായി. ദാ ഇവളൊഴിച്ച്. അതെ, എവിടെ പോണെങ്കിലും അതെ, എന്റെ കയ്യിൽ നിന്ന് 2 എണ്ണം വാങ്ങിക്കാതെ ഈ കൊച്ചു റെഡിയാവില്ല. അപ്പൊ എഴുന്നേറ്റ് വന്നേ. മതി കളിച്ചത്, മനുഷ്യരെ റെഡിയാക്കാം. നമുക്ക് വാട്ടർ തീം പാർക്കിലൊക്കെ പോകാനുള്ളതാ. ഒരു മിനിറ്റേ. കുറെ നേരമായി 1 മിനിറ്റ് എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് താടി. മമ്മി ദേ അമ്മ വഴക്ക് പറഞ്ഞു തുടങ്ങി. അടുത്ത തല്ലായിരിക്കുവേ. വേഗം വാ, നമുക്ക് റെഡിയാവാം. ഇന്ന് നമ്മൾ പാർക്കിൽ പോയി അടിപൊളിയായിട്ട് ആഘോഷിക്കും. വാ ചെല്ലേ. മോളുടെ അച്ഛൻ തന്നെ ഇതുവരെ വേഷം മാറിയില്ലേ? എപ്പോ നോക്കിയാലും ഓഫീസ് കാര്യങ്ങള്. ഹരി മതി, ഇന്നൊരു ദിവസം കുടുംബത്തിന്. അത് ഞാൻ ഏറ്റതല്ലേ. എന്നാ ഡ്രസ് മാറി പോണ്ടേ? എനിക്ക് ഡ്രസ് മാറാൻ എന്താ താമസം? ഒരു ഷർട്ട് എടുത്തിടണം. ദാ ഇറങ്ങി. എന്താ ഫോൺ? ഇത് കൊച്ചിന് കളിക്കാൻ കൊടുക്കുന്ന എന്തിനാ? സകല ഗെയിം ഓൺലൈൻ ഡൗൺലോഡ് ചെയ്തിടും. ഇത് ഓഫ് ചെയ്തോ? ആ, എനിക്ക് ദേഷ്യം വന്നപ്പോ ഞാൻ വാങ്ങിച്ച് ഓഫ് ചെയ്തു. ഇങ്ങനെയുണ്ട് ഒരു കളി. നിന്റെ ദേഷ്യം നീ ഫോണിനോടാണോ തീർക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ അവളെ പിടിച്ച് 2 അടി കൊടുക്കണം. തല്ലിയ പിള്ളേര് നാണം കെട്ട് പോകൂടി, പിന്നെ പേടിയുണ്ടാവില്ല. പിന്നെ എന്തേ ഹരി? ഞാൻ എന്ത് പറഞ്ഞാലും അപ്പൊ അനുസരിക്കില്ല. ഇങ്ങനെയായ ഞാൻ എന്ത് ചെയ്യും? കുട്ടിയല്ലേ, അതൊക്കെ മാറിക്കോളും. പ്രായമായിട്ടും നീ കാണിക്കുന്ന അഹങ്കാരം ഞാൻ സഹിക്കുന്നില്ലേ? അതിലും വലുതാണോ ഇത്? ഓ, ഞാൻ വിചാരിച്ചു എന്നെ എന്തേ പറയാത്തേന്ന്. നിന്നെ കുറിച്ച് നിന്റെ അച്ഛനെ കുറിച്ച് എഴുതിയാലേ ഒരു 10 വോളിയം പ്രസിദ്ധീകരിക്കേണ്ടി വരും. തുടങ്ങി എന്റെ അച്ഛന് വിളി. ചുമ്മാ പറഞ്ഞല്ലേ കള്ള തിരുമാലി. ആ ലോനപ്പാ,
ഇപ്പൊ കുഴപ്പം വല്ലതുണ്ടോ? തലയ്ക്ക് വല്ലാത്ത ഭാരം പോലെ. അത് തലകറങ്ങി വീണതിന്റെയാ, മാറിക്കോളും. രക്തക്കുറവുണ്ട്, അതൊരു വിളർച്ച. എന്ത് കഴിക്കാൻ പറഞ്ഞാലും മടിയാ ഡോക്ടറെ. അഥവാ എന്തെങ്കിലും കഴിച്ചാ ഉടനെ ഛർദ്ദിച്ച് കളയും. ഓരോ സമയത്തും ഓരോരോ ആഹാരങ്ങളോടായിരിക്കും പ്രിയം. ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാ ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കണം. എന്താ കഴിക്കാൻ ഇഷ്ടമുള്ളത്? പുളിഞ്ചമ്മന്തി. അതിന്റെ ഒപ്പം കുറച്ച് ചൂട് കഞ്ഞിയും കൂടി ആവാം, അല്ലേ? അമ്മണിയമ്മേ, ചൂട് കഞ്ഞിയാ ഏറ്റവും നല്ലത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കരിക്കൻ വെള്ളം കൊടുക്കാം. ആഹാരത്തോട് മടുപ്പ് കാണിക്കുമ്പോ ഇതൊക്കെയാ നല്ലത്. എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്ക, കഴിച്ചാ മതി. ഹരിസാർ എവിടെ? വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ നേരെ ഇങ്ങോട്ട് പോന്നു. വിളിക്കണോ? വിളിച്ചിങ്ങോട്ട് വരാൻ പറ. നമ്മള് പോയിട്ട് എപ്പോഴാ വരിക? വേഗം വരണോ? വേണ്ട, ഒരുപാട് സമയം കഴിഞ്ഞ് വന്നാ മതി. അതെ, ഒരു സത്യം പറഞ്ഞ വിശ്വസിക്കോ? എന്താ? ഞാനിതുവരെ ഒരു വാട്ടർ തീം പാർക്കിലും പോയിട്ടില്ല. അയ്യേ, ഞാൻ പോലും 3 പ്രാവശ്യം പോയിട്ടുണ്ട്. ഈ ലോകം മുഴുവൻ നടന്നിട്ട് നാണയില്ലല്ലോ പറയാൻ. അതിന് നാണിക്കുന്ന എന്തിനാ? ഈ പാർക്കിലൊന്നും കേറാൻ പണമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന നാടായത്. അതിലൊരു പൗരനാ ഞാനും. ആ, അങ്ങനെ വിചാരിച്ചാ മതി, അല്ലേ? റെഡിയായോ സുന്ദരി കോതാം? എന്നാ ഇറങ്ങാം. ഹരി എവിടെ? പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഇതെന്താ ഇത്ര താമസിക്കുന്നേ? ഹരി, ഇറങ്ങാം. വേണ്ട, ഇന്ന് വേണ്ട, നമുക്ക് വേറൊരു ദിവസം പോവാം. അതെന്താ? അത് ഓഫീസിൽ നിന്ന് പെട്ടെന്നൊരു അർജന്റ് കോൾ വന്നു. പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. അത് പറ്റില്ല. എന്ത് തിരക്കായാലും ക്യാൻസൽ ചെയ്യാ. ഞങ്ങളെ പറഞ്ഞ് ആശിപ്പിച്ച് വേഷം കിട്ടിച്ചതല്ലേ. ഇനി എന്തായാലും പോയേ പറ്റൂ. എന്നാ ഒരു കാര്യം ചെയ്യും, സിദ്ധാർത്ഥനെ ഇവരെയും കൊണ്ട് പൊയ്ക്കോ. ഞാൻ എപ്പോഴെങ്കിലും അങ്ങ് വന്നോളാം. അതൊന്നും ശരിയാവില്ല. ഹരി വരില്ലാന്ന് എനിക്കറിയാം. അത് തന്നെയല്ല, എപ്പോഴെങ്കിലും എത്തിയിട്ട് എന്താ കാര്യം? വെറുതെ ഇറങ്ങി. ഹരി, സത്യം പറയ, എന്താ സംഭവിച്ചത്? ഫോണിൽ ആരാ വിളിച്ചത്? ലോനപ്പാന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആരാ അത്? ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ആണോ? ഏയ്, ഇത് അതൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, ഓഫീസിൽ നിന്നായിരുന്നു കോൾ വന്നത്. എത്രയും പെട്ടെന്ന് അങ്ങ് ചെല്ലാൻ പറഞ്ഞു. അതെന്താ ഇത്രയ്ക്ക് എമർജൻസി? അല്ല, അതറിയില്ലല്ലോ, അതിനല്ലേ പോകുന്നത്. സാരമില്ല, നമുക്ക് അടുത്ത ആഴ്ച പോവാം. വേണ്ട, ഇന്ന് പോയില്ലെങ്കിൽ ഞാൻ ഇനി വരില്ല. അതെ, ഇത്ര ആഗ്രഹിച്ചിട്ട് പോവാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഇവിടുന്ന് ആരും എങ്ങും പോകുന്നില്ല. എന്താടി നോക്കി നിൽക്കുന്നേ? പോയി ഡ്രസ് മാറും. കഷ്ടമായി പോയി. സാരമില്ല, ഇനി ഒരു ദിവസം പോവാലോ. സിദ്ധു, ഇനി വർക്ക്ഷോപ്പിൽ പോകുന്നുണ്ടോ? പോയേക്കാം. വെറുതെ സമയം കളയുന്ന എന്തിനാ? അവിടെ ഒരുപാട് പണി ബാക്കിയുള്ളതാ. എന്താ ആലോചിച്ചിരിക്കുന്നേ? പണ്ടൊക്കെ ആലോചിച്ചിരിക്കാൻ സമയമില്ലായിരുന്നു. നേരം പുലർന്ന ഇരുട്ടെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ സമയം പോകുന്നില്ല, അല്ലേ ഗൗരിച്ചി? നീ എന്നോട് എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ മനസ്സേ? സിദ്ധാർത്ഥനെ മുറിയിൽ ഒളിപ്പിച്ച പോലെ ഇപ്പൊ നീ എന്തെങ്കിലും മനസ്സിൽ ഒളിപ്പിക്കുന്നുണ്ടോ? ഇല്ല, സിദ്ധുവിനെ ഒളിപ്പിച്ചത് എന്റെ ജീവിതത്തിലെ ഒറ്റപ്പെട്ട സംഭവമായിരുന്നു. ഇപ്പൊ ഒരു രഹസ്യവും എന്റെ മനസ്സിലില്ല. ഒന്നും മറച്ചിട്ടില്ല ഞാൻ. എനിക്കിപ്പോ എല്ലാവരെയും സംശയം ഒരു രോഗമാണെന്ന് പലരെയും പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇപ്പോ ഞാനാ നമ്മളെല്ലാം
എല്ലാവരും ഔട്ടിങ്ങിന് കൊണ്ടുപോകാൻ നേരിട്ട് തക്ക സമയത്ത് ഓഫീസിൽ നിന്നൊരു ഫോൺ വന്നു എന്ന് പറഞ്ഞ് എല്ലാം ക്യാൻസൽ ചെയ്യൂ. പറ, നിന്റെ ഹരിയേട്ടൻ കുടുംബത്തിൽ എങ്ങനെയായിരുന്നോ പണ്ട്? അല്ല, നമ്മളോടൊരു കാര്യം ഏറ്റാ അത് കഴിഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടന് വേറെ എന്തും. അപ്പൊ പിന്നെ ഹരിക്ക് എന്താ ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം? നമ്മളൊന്നും അറിയാതെ ഹരിയുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നത്? പഴയതുപോലെ ഹരിയേട്ടൻ മനസ്സ് തുറന്ന് സംസാരിക്കുന്നില്ലല്ലോ ഗൗരിയേച്ചി. പിന്നെ എങ്ങനെ അറിയും നമ്മള്? അറിഞ്ഞേ പറ്റൂ. നിങ്ങളെക്കാളൊക്കെ കൂടുതൽ എന്റെ ആവശ്യം അത്. മാനസിയോട് ഷെയർ ചെയ്യാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. എന്നാലും പറയുക, എനിക്ക് പേടിയാ മോളെ. എന്റെ കുടുംബ ജീവിതത്തിലേക്ക് വേറെ ആരോ കടന്നു വരുന്നുണ്ട് എന്നൊരു തോന്നൽ. വേറെ ആരോ എന്ന് പറയുമ്പോ? എനിക്കറിയില്ല. എന്റെ ഊഹാപോഹങ്ങൾ പറഞ്ഞ ഭ്രാന്ത് പിടിക്കും എനിക്ക്. സൈക്യാട്രിസ്റ്റ് ഡോക്ടർ മോഹൻ ഒരിക്കൽ പറഞ്ഞു, ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ജീവിതത്തിലേക്ക് വഴിവിട്ട മറ്റൊരു ബന്ധം കടന്നു വന്നാൽ ഒന്നുകിൽ പരസ്പരം അമിത സ്നേഹം കാണിക്കും, അരോചകമായ പ്രകടനങ്ങൾ, അതല്ലെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കുറ്റം പറഞ്ഞ് വീട്ടിൽ നിന്നകലും. ഇത് രണ്ടും സർവ്വസാധാരണ. ഇതിനിടയിലുള്ളവരെയാ സൂക്ഷിക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു. കുടുംബത്തെ മാത്രം സ്നേഹിച്ച് ഭാര്യയും മക്കളും അല്ലാതെ മറ്റൊരു ലോകത്തെക്കുറിച്ച് സങ്കല്പിക്കുക പോലും ചെയ്യാത്തവർ. അവര് പോലും അറിയാതെ മറ്റൊരു സ്നേഹബന്ധത്തിൽ പെട്ടുപോയാൽ ആകെ താളം തെറ്റും. മനസ്സ് മറയ്ക്കാൻ കഴിയാതെ സ്വയം നേറിക്കൊണ്ടിരിക്കും. ഒരു കാര്യത്തിനും കൃത്യതയുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഹരിയുടെ അവസ്ഥ ഇപ്പൊ അതാണെന്ന്. ഗൗരിയേച്ചി ഒരുപാടൊക്കെ ചിന്തിച്ചു കൂട്ടുന്നു. അതെ, ഞാൻ പറഞ്ഞില്ലേ, ചിന്തകൾ മുഴുവൻ പറഞ്ഞാൽ ഭ്രാന്ത് പിടിക്കുന്നു. ഹരിയേട്ടൻ ശരിക്കും അത്യാവശ്യത്തിന് പോയതാണെങ്കിലോ, ഓഫീസിൽ എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടെങ്കിലോ? അത് ഞാൻ ഇന്നറിയും. സാർ, എന്ത് പറ്റില്ലോ? പെട്ടെന്ന് തലചുറ്റി വീണ്, എന്താന്നറിയില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ബോധം തെളിഞ്ഞു. ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുക. വാ. ഹരി ഇത്ര പെട്ടെന്ന് എത്തിയോ? എന്ത് പറ്റി മോളെ? ഒന്നുമില്ല ഏട്ടാ, ഒന്ന് തല ചുറ്റി, അത്രേ ഉള്ളൂ. തലച്ചുറ്റലില്ല, വെട്ടിയിട്ട വാഴത്തട പോലെ വീണു. ഞാൻ പേടിച്ചു പോയി. എന്താ സ്ഥിതി? കുഴപ്പം വല്ലതും ഉണ്ടോ? ബോഡി ഹെൽത്തി അല്ല ഹരി. അതുപോലെ രക്തക്കുറവ് ഒരുപാടുണ്ട്. അതിനൊക്കെ ഞാൻ ടോണിക് എഴുതാം. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനം നല്ല ആഹാരവും പരമാവധി വിശ്രമവുമാണ്. എന്നുവെച്ചാൽ ശരീരത്തിന് മാത്രമല്ല, മനസ്സിനും റെസ്റ്റ് കൊടുക്കണം. ഈ കുട്ടി മെന്റലി വല്ലാത്ത ഡിസ്റ്റർബ്ഡാണ്. അത് മാറണം. സന്തോഷിപ്പിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതാ സത്യത്തിലൊരു ഡിസ്റ്റർബ്. ഇവരുടെ മുഖം കാണുമ്പോ എനിക്ക് എന്റെ മനസ്സ് തളർന്നു പോകുന്നു. പിന്നെ ഈ കൊച്ചിന്റെ കാര്യം പറയണോ? തന്നെ ഇവിടെ ആരെങ്കിലും വിളിച്ചോ? താനല്ല, സാറ്. വെറുതെ ഇരിക്കണോപ്പാ. ശരി, പറ. ഇനി ചെക്കപ്പ് എന്തെങ്കിലും ചെയ്യണോ? ഞാൻ നോക്കി. ഇനിയിപ്പോ അത്യാവശ്യമായിട്ടൊന്ന് സ്കാൻ ചെയ്യണം. വയറിലൊരു തടിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് അറിയട്ടെ. സ്കാനിങ്ങിന് ഇവിടെ അതിനൊന്നും സൗകര്യമില്ലല്ലോ. തൊട്ടടുത്ത് മയൂരി ഉണ്ട്, അവിടെ പോയ സ്കാൻ ചെയ്യാം. ഇപ്പൊ വേണോ? വേണം. സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് എനിക്ക് കാണണം. ചെല്ല്. എന്നാ വാ മോളെ. ലോനപ്പം ഞങ്ങളോട് വാ. അപ്പൊ ഞാനോ? ഇവിടെ നിക്ക്, ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വരുന്നത്. എന്തിനാ അങ്ങോട്ട് എടുത്തോണ്ട് വരുന്നത്? എന്നെ കണ്ടൂടാ അയാൾക്ക്. സാറിന്റെ വാലായിട്ട് നടക്കുന്നു വൃത്തികെട്ടവൻ. എന്ത് വൃത്തികേടാ കാണിച്ചത്? വൃത്തികേട് കാണിക്കാൻ അവൻ ഇങ്ങോട്ട് വരട്ടെ. അപ്പോഴാ എന്റെ സ്വഭാവം ശരിക്കും അറിയാൻ പോണത്. അതെ, നല്ല കണ്ടുപരിചയം ആണോ? ആ, പക്ഷേ മോനെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്രയും നല്ല മുഖം പെട്ടെന്നാരും മറക്കില്ലല്ലോ. ഇപ്പോഴല്ല, ചെറുപ്പത്തിൽ എന്നെ കാണണമായിരുന്നു. അന്ന് സൗന്ദര്യം എനിക്കൊരു ശാപമായിരുന്നു. ഇപ്പോഴും അതെ. അതെ, മുമ്പ് ഞാനിവിടെ വന്നപ്പോ കൂടെ തട്ടമിട്ട, അതായത് പർദ്ദയിട്ടൊരു കുട്ടിയെ കണ്ടിരുന്നല്ലോ. അതാരാ? അല്ല, മോളല്ലാന്ന് എനിക്കറിയാം. അമ്മ മുസ്ലിം അല്ലല്ലോ. മോൻ എന്നെ എന്താ വിളിച്ചത്? അമ്മയെന്നോ? അതെ, അമ്മ. വിളിച്ചത് തെറ്റായി പോയോ? ഒരുപാട് കാലമായി അങ്ങനെ ഒരു വിളി കേട്ടിട്ട്. ആരും വിളിക്കാറില്ല.
കള്ളവാറ്റുകാരി അമ്മണിയെ ആരാ അമ്മയെന്ന് വിളിക്കുക? ഞാൻ വിളിച്ചില്ലേ? പിന്നെ കൂടെ വന്ന പർദ്ദയിട്ട പെൺകുട്ടി വിളിക്കില്ലേ? അതേതാ പെൺകുട്ടി? നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു. ഞാനിപ്പോ വരാം മോനെ. ഹലോ, SP ഓഫീസ്. സാർ, ഞാൻ SP ഹരിശങ്കർ സാറിന്റെ റിലേറ്റീവ് ആണ്. സെക്രട്ടേറിയറ്റിൽ നിന്നാ. സാറിനെ ഒന്ന് കണക്ട് ചെയ്യാമോ? സോറി മാഡം, സാറിന് ലീവാ. അപ്പോ ഓഫീസിൽ വന്നില്ലേ? എന്നോട് ഓഫീസിൽ കാണും വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. അതറിയില്ല മാഡം, സാറിന്ന് വരില്ലെന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോ ഇന്നിനി വരില്ലല്ലേ? വരില്ലെന്ന് വിളിച്ചു പറഞ്ഞ സ്ഥിതിക്ക് ഇന്നിനി വരാൻ സാധ്യതയില്ല. ഓക്കെ സാർ, താങ്ക് യു. നീ എന്ത് ചെയ്യാ? എന്താ ഗൗരിയേച്ചി, നീ എന്ത് ചെയ്യാന്ന്? ഒന്നുമില്ല, വെറുതെ ഗെയിം കളിച്ചോണ്ടിരിക്കുക. ഗൗരിയേച്ചി ആകെ മൂഡ് ഓഫ് ആണല്ലോ. എന്തു പറ്റി ഡോക്ടറെ? ഓ, എനിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ ഇവിടെ ആരും ഇല്ലല്ലോ. ഇതെന്താ ഒരു പരിഭവത്തിന്റെ സ്വരം? ഇന്ന് ഹോസ്പിറ്റലിലേക്കൊന്നും പോകുന്നില്ലേ? എനിക്ക് ഈ പ്രൊഫഷനൊക്കെ മടുത്തു. ഞാൻ ഇനി വീട്ടിലിരിക്കാൻ പോവാ. ഇതെന്തു പറ്റി? ഒന്ന് പറഞ്ഞ് രണ്ടാം വാക്കിന് ബഹളം വെക്കുന്ന ഗൗരിയേച്ചിയാണല്ലോ. അതും എന്റെ അടുത്ത് ഇത്ര വിഷമത്തില്. നമുക്കൊന്ന് വഴക്കിടാൻ ഡോക്ടറെ. അല്ലെങ്കിലും വഴക്ക് കൂടാനുള്ള കാര്യങ്ങളല്ലേ ചെയ്തു കൂട്ടുള്ളൂ. എന്നെ മറച്ചു വെക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. സീരിയസ് ആയിട്ടാ? അതെ, സീരിയസ് ആയിട്ട് തന്നെയാ. എപ്പോഴും ബഹളം വെക്കുന്നത് കൊണ്ട് ഞാൻ പറയുന്നതൊന്നും സീരിയസ് ആയിട്ട് തോന്നുന്നില്ലേ? തോന്നുന്നുണ്ട്, പക്ഷേ ഞാനെന്താ മറച്ചു വെച്ചെന്ന് മാത്രം മനസ്സിലാവുന്നില്ല. നീ മറച്ചു വെച്ചു എന്ന് ആര് പറഞ്ഞു? നിനക്കെന്നെ മറക്കേണ്ട കാര്യം എന്താ? രഹസ്യങ്ങളുള്ളത് നിനക്കല്ലല്ലോ. ആരെക്കുറിച്ചാ ഗൗരിച്ചി പറയുന്നേ? ഹരിയേട്ടനെ കുറിച്ചാണോ? യെസ്. എത്ര സന്തോഷത്തോടെ നമ്മൾ എല്ലാരും കൂടി പുറത്തു പോകാനിരുന്നതാ. ആ മൂഡ് കളഞ്ഞില്ലേ? അത്രയുള്ളോ കാര്യം? ഏട്ടൻ ഓഫീസിൽ അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നോണ്ടല്ലേ? അതിപ്പോ എമർജൻസി ആയിട്ട് ഗൗരിച്ചിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിരുന്നെങ്കിലോ? പോകാതെ പറ്റുമോ? പറ്റില്ല. പക്ഷേ ഞാൻ ഹോസ്പിറ്റലിലേക്കാണെന്നും പറഞ്ഞിറങ്ങിയ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവും. നിന്റെ ഏട്ടൻ അങ്ങനെയല്ല. ഏട്ടൻ പിന്നെ എവിടെ പോയി? അതാ മനസ്സ് എനിക്ക് മനസ്സിലാവാത്തത്. അത്യാവശ്യമായിട്ട് ഓഫീസിലേക്കെന്നും പറഞ്ഞ് പോയിട്ട് ഹരി ഓഫീസിൽ എത്തിയിട്ടില്ല. ഇതേവരെ ഓഫീസിൽ എത്തിയിട്ടില്ല. എങ്ങനെ അറിഞ്ഞു? ഞാൻ വിളിച്ചു നോക്കി. അപ്പൊ ഏട്ടൻ പറഞ്ഞു ഓഫീസിലില്ലാന്ന്. അതിന് ഏട്ടനെ കിട്ടിയിട്ട് വേണ്ടേ? ഓഫീസിൽ എത്തിയിട്ടില്ലല്ലോ. അതെങ്ങനെ അറിയാം? മൊബൈലിൽ വിളിച്ചിട്ട്. മൊബൈലിലോ? അത്രയ്ക്ക് വിട്ടത് ഞാൻ കാണിക്കൂ? ഓഫീസ് ഫോണില് ലാൻഡ് ലൈനിൽ വിളിച്ചു നോക്കി ഞാൻ. ഹരി ഓഫീസിലേക്ക് വിളിച്ചിട്ട് വരില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ പിന്നെ എവിടെ പോയി? അത് തന്നെ എനിക്കും അറിയേണ്ടത്. ഗൗരി ചേട്ടന്റെ സെൽഫോണിലേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. വേണ്ട. അപ്പൊ ഞാൻ ഓഫീസിൽ വിളിച്ചതറിയും. അറിഞ്ഞാൽ എന്നോട് പറയാനുള്ള കള്ളത്തരങ്ങൾ ആലോചിച്ചുറപ്പിച്ചിട്ടേ വരൂ. ഒന്നും അറിയാതിങ്ങി വരട്ടെ. ഇന്ന് രണ്ടിലൊന്നറിയണം. വന്ന ടാക്സി പോയി. ഞാൻ വേറെ വിളിക്കട്ടെ സാർ? വേണ്ട, ഞാൻ കൊണ്ടുവിടാം. ഏട്ടൻ ഓഫീസിൽ പോണ്ടേ? ഞാൻ ലീവ് വിളിച്ചു പറഞ്ഞു. വെറുതെ ഒരു ദിവസം കളഞ്ഞു അല്ലേ? ഒരു ദിവസമല്ല, ഈ ജന്മം മുഴുവൻ കളഞ്ഞത് പെങ്ങന്മാർക്ക് വേണ്ടിയാ. എന്നിട്ട് എന്ത് കിട്ടി? ഒരാളെങ്കിലും നന്നായോ? ഞാനല്ലേ നശിച്ചു പോയുള്ളൂ. മാനസയ്ക്ക് എന്താ കുഴപ്പം? എന്താ കുഴപ്പമെന്നോ? നിനക്കൊന്നും അറിയില്ലല്ലേ? ജീവിതത്തിൽ
ഇതിൽ കൂടുതൽ എന്ത് കുഴപ്പമുണ്ടാവാനാ? വാ കേറ്. ഇവരെന്താ കാഴ്ച കണ്ടോണ്ട് നടക്കാൻ? ഇങ്ങോട്ട് വാതല്ലേ. തള്ളയോ? ആരുടെ തള്ള? എനിക്കത്ര പ്രായമൊന്നുമില്ല. എന്നാ യുവതി വരൂ. ഞാൻ ഒരാളെ നോക്കുകയായിരുന്നു. നിങ്ങൾ മോളെ കൊണ്ട് സ്കാൻ ചെയ്യാൻ പോയപ്പോ ഒരു പയ്യൻ ഇവിടെ വന്നിരുന്നു. നല്ല സ്നേഹമുള്ള പയ്യൻ. ആരാ വന്നത്? ആരാന്നൊന്നും എനിക്കറിയാൻ വയ്യ. നല്ല മുഖശ്രീയുള്ളൊരു പയ്യൻ. ഒരുപാട് വർത്താനം പറഞ്ഞു. എന്ത് പറഞ്ഞത്? ഓരോന്ന് ചോദിച്ചു. മുമ്പ് വന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന പർദ്ദയിട്ട കുട്ടി ആരാണെന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞോ? പറഞ്ഞില്ല. ഞാൻ എങ്ങനെ പറയൂ? എന്നെ അന്വേഷിച്ചെങ്കിൽ അത് സിദ്ധുവേട്ടൻ തന്നെയായിരിക്കും. നീ കേറ്. അങ്കിൾ എന്തെങ്കിലും ഒന്ന് പറ. ഇനി ഒന്നും പറയാനില്ല, പ്രവർത്തിക്കാനേ ഉള്ളൂ. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനിയൊക്കെ ജമാലിന്റെ കയ്യിലാ. ഇന്നോ നാളെയോ? നാളെ. ഇന്നൊരു ദിവസം കൂടിയേ കുട്ടി ഈ വീട്ടിലുള്ളൂ. ഇന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചുറങ്ങുന്ന കുട്ടി അറിയുന്നുണ്ടോ നാളെ മുതൽ ഈ അമ്മയെ ഒരിക്കലും കാണില്ലെന്ന്? പാവം കുട്ടി അല്ലേ? എന്താ സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ അങ്കിളിന്? കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് എന്തറിയാം? കുറെ കഴിയുമ്പോ അമ്മയും ബന്ധങ്ങളും ഈ വീടുമൊക്കെ അങ്ങ് മറന്നോളും. ജീവിച്ചിരുന്നാല്. കൊല്ലരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വഴിപിഴച്ച സന്തതിയാണെങ്കിലും എന്റെ മോന്റെ കുഞ്ഞാണല്ലോ. ആ ഒരു സ്നേഹം ഞാൻ കാണിക്കണ്ടേ? വേണുവിന്റെ കുഞ്ഞു തന്നെയല്ലേ? ആയിരിക്കും. അമ്പിയെ അങ്ങനെ വേലി ചാടുന്ന ടൈപ്പൊന്നും അല്ല. കുട്ടി നഷ്ടപ്പെട്ടാൽ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഒന്ന് കണക്കൂട്ടിയിട്ടുണ്ടോ അങ്കിള്? ഉണ്ട്. സ്കൂള് കഴിഞ്ഞ് കുട്ടി വരാതാവുമ്പോൾ ബഹളമാവും, അന്വേഷണമാവും. നമ്മളും അതിലങ്ങ് പങ്കുചേരുക. ഒന്നും അറിയാത്ത മട്ടില് നമ്മളും അന്വേഷണത്തിലങ്ങ് പങ്കുചേരുക എന്നർത്ഥം. കണ്ടുകിട്ടാതാവുമ്പോ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. ചെയ്യട്ടെ, ചെയ്യണമല്ലോ. പോലീസ് അന്വേഷിച്ചാലും ഒരു തുമ്പും കിട്ടുകയല്ലേ. ജമാൽ ഇതുപോലെ 6-7 കുട്ടികളെ ഇവിടുന്ന് കടത്തിയിട്ടുണ്ട്. എല്ലാത്തിനും അന്വേഷണമൊക്കെ ഉണ്ടായി. ആദ്യത്തെ ഒരു ചൂടൊക്കെ കഴിയുമ്പോ പോലീസ് അങ്ങ് തണുക്കും. പിന്നെ കാണാനില്ലാന്നും പറഞ്ഞ് പത്രത്തിലൊരു വാർത്ത വരും, ചിലപ്പോ ടിവിയിലും. ഇതൊക്കെ ആരോർത്തു വെക്കാനാ? അഥവാ ഓർത്തു വെച്ചാലും കുട്ടി അപ്പോഴേക്ക് എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. മോൾക്ക് ഞാൻ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ അങ്കിളെ? പറയില്ല. ഒന്ന് പറ അങ്കിളെ പ്ലീസ്. പറയുകയും ചെയ്യാം, തരുകയും ചെയ്യാം. പക്ഷെ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? പറഞ്ഞാ മോൾ അനുസരിക്കോ? ഇല്ല. ഇല്ലേ? ഇങ്ങനെ ചോദിക്കുമ്പോ തന്നെ അറിയാം എന്തോ കുഴപ്പം പിടിച്ച കാര്യമാണെന്ന്. കുഴപ്പമൊന്നുമില്ല, ഒരു നിസ്സാര കാര്യ. എന്നാ പറ. ഒരു തവണ എന്നെ ഒന്ന് അച്ഛന്ന് വിളിക്കേ. അത് നടക്കില്ല അങ്കിളെ. അമ്മ അറിഞ്ഞ എന്നെ കൊല്ലും. ഇല്ല, സ്വന്തം അച്ഛനെ അച്ഛന്ന് വിളിച്ച അമ്മ സന്തോഷിക്കും. പുറമേല്ല, ഉള്ളിന്റെ ഉള്ളിൽ. എന്നാലും അത് ശരിയാവില്ല അങ്കിളെ. ഇപ്പൊ തള്ളിയിട്ടിട്ട് കുറച്ച് ദിവസമായി. ഇതങ്ങനെ പോട്ടെ. അപ്പോ ഞാൻ കൊണ്ടുവന്ന എന്താന്ന് കാണണ്ടല്ലേ? കാണണമെന്നുണ്ട്. പറ്റുമെങ്കിൽ കാണിച്ചാ. കാണിച്ചു തരാം. പക്ഷെ ഒരു തവണ ഒന്ന് വിളിക്ക് അച്ഛന്ന്. പതുക്കെ വിളിച്ചാ മതി. എനിക്ക് അടി വാങ്ങിച്ചു തരല്ലേ അങ്കിളെ? ആരും കേൾക്കുന്നില്ലല്ലോ, പിന്നെന്താ? ഇനി പറ, എന്താ കൊണ്ടുവന്നേ? ഇതാ. ഇതോ? എന്തുപറ്റി?
ഇതാണോ വലിയ കാര്യമായിട്ട് മറച്ചു വെച്ചിരുന്ന? എന്താ? ഹോ, വെറുതെ ഒരു അച്ഛന്നുള്ള വിളി വേസ്റ്റ് ആയില്ലോ അങ്കളെ. കഷ്ടം. ചോക്ലേറ്റ് ഇഷ്ടല്ല അല്ലേ? എന്റെ അങ്കളെ, ഇതൊക്കെ തിന്നുന്ന അറിയാലേ അമ്മേനെ വെച്ചേക്കില്ല. എന്നാ വേണ്ട, അച്ഛൻ നാളെ മോളെ വേറൊരു സ്ഥലത്ത് കൊണ്ടാവും. ആരും പോകാത്തൊരു സ്ഥലത്ത്. അവിടെ ചെല്ലുമ്പോ മോക്ക് ഇഷ്ടമുള്ളൊക്കെ വാങ്ങിച്ചു തരാം. ഒന്ന് പോങ്ങളേ, നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. ഒരു ദിവസം പോണ്ടെന്നേ. നന്നായിരിക്കും. ചെന്നില്ലെങ്കിൽ എക്സ്പ്ലനേഷൻ കൊടുക്കണേ ഞാനല്ല, അമ്മ ചെന്ന് എഴുതി കൊടുക്കണം. എന്നെ തല്ലുകൊള്ളിക്കാനുള്ള എല്ലാ പണിയും അങ്കളുടെ ഉണ്ടല്ലേ. ചോക്ലേറ്റാ, ഒരു സ്നേഹത്തിന്റെ പുറത്ത്. ഡോക്ടർ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ മൈനയ്ക്ക്? അതോ കേട്ടിട്ട് കളഞ്ഞോ? അങ്ങനെ കളയാനൊന്നും ഞാൻ താമസിക്കത്തില്ല. താമസിക്കാന്നല്ല, സമ്മതിക്കില്ല. ഇതേ നിങ്ങളുടെ കോളനിയല്ല. ഇയാളെ ഞാൻ അക്ഷരമൊന്നും പഠിപ്പിക്കണ്ട. എനിക്കെല്ലാം ഓർമ്മയുണ്ട് ഏട്ടാ. ഏട്ടൻ ധൈര്യമായിട്ട് പൊയ്ക്കോ. എന്റെ ധൈര്യക്കുറവിന്റെ അല്ല, ശ്രദ്ധിക്കണം. മരുന്നും ടോണിക്കുകളും കൃത്യമായിട്ട് കഴിക്കണം. പിന്നെ മെന്റൽ പ്രഷറിന്റെ കാര്യം പറഞ്ഞില്ലേ ഡോക്ടർ? കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത പലതും സംഭവിച്ചു. ഇനി അതൊക്കെ ഓർത്തിട്ടോ സങ്കടപ്പെട്ടിട്ടോ കാര്യമില്ല. അബോഷന് ഏട്ടൻ നിർബന്ധിച്ചല്ലേ, അതിന് നീ സമ്മതിച്ചില്ല. അപ്പോ അതിന്റെ അർത്ഥം എത്ര കഷ്ടപ്പെട്ടും നീ നിന്റെ കുഞ്ഞിനെ വളർത്താൻ തയ്യാറാണെന്നല്ലേ? അതെ, ഞാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കല്ലേ ഏട്ടാ എന്റെ കുഞ്ഞിനെ. എങ്കിൽ എന്ത് ചെയ്യണം? സന്തോഷമായിട്ടിരിക്കണം. നിന്റെ മാനസികാവസ്ഥയാണ് കുഞ്ഞിനെ സ്വാധീനിക്കുക. ഞാനത് എപ്പോഴും പറഞ്ഞു കൊടുക്കും. തള്ള പുഞ്ചിരിച്ച പിള്ള പൊട്ടിച്ചിരിക്കുമെന്ന്. എത്ര പറഞ്ഞു കൊടുത്താലും എവിടെയെങ്കിലും ഒരു മൂലയെ പോയി ഒറ്റയ്ക്കിരിക്കും. സന്തോഷമായിട്ട് ചിരിച്ചു കളിച്ചിരിക്കണം. ഏട്ടനുണ്ട് കൂടെ. ആരുപേക്ഷിച്ചാലും ഏട്ടൻ മോളെ ഉപേക്ഷിക്കില്ല. ലോനപ്പ, എന്തെങ്കിലും അത്യാവശ്യം കൊണ്ട് വിളിച്ചാൽ മതി. ഞാൻ ഇറങ്ങും. ഓക്കെ സാർ. ഓട്ടെ. ഹരി എവിടെയായിരുന്നു? എന്താ? എവിടെയായിരുന്നു എന്ന് പറ. ഓഫീസില്. അല്ല, ഓഫീസിലേക്കാണെന്ന് പറഞ്ഞു ഇവിടെ നിറങ്ങിയ ഹരി ഓഫീസിൽ പോയിട്ടില്ല. എവിടെ പോയെന്ന് എനിക്കറിയണം. ഗൗരിയേച്ചി ഏട്ടന്റെ ഓഫീസിലേക്ക് വിളിച്ചിരുന്നു. ഇന്ന് ലീവ് വിളിച്ച് പറഞ്ഞു ഓഫീസിൽ നിന്ന് പറഞ്ഞു. എന്നോട് കള്ളം പറഞ്ഞു ഹരി പോയത് എങ്ങോട്ടാ? ലോനപ്പൻ ഫോൺ വിളിച്ച് പറഞ്ഞപ്പോ ഓടിച്ചെല്ലാൻ മാത്രം എന്ത് കാര്യം ഉണ്ടായത്? ഒരു പോലീസ് സൂപ്രണ്ട് അല്ലേ എടുത്തി, എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും. ഒരു സൂപ്രണ്ട് മണ്ണം കെട്ട കാക്കി കള്ളം പറയാനുള്ള ലൈസൻസ് ഒന്നും അല്ലല്ലോ. എനിക്കറിയണം, എന്നെ അറിയിക്കാതെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഹരിയുടെ ജീവിതത്തിലെന്ന്. ഒന്നും സംഭവിക്കുന്നില്ല. ഏടത്തി വെറുതെ മനസ്സിലൊറന്ന് ചിന്തിച്ചു കൂട്ടുന്നതാ. അതൊന്നും അല്ല. സിദ്ധു വെറുതെ ഒരു വശം മാത്രം പറയണ്ട.
ഇന്ന് പുറത്തു പോകാനായിട്ട് അത്രയും ആഗ്രഹിച്ചിരുന്നതാ എല്ലാവരും. മോളെ വരെ സങ്കടപ്പെടുത്തിയിട്ടല്ലേ ഹരിയേട്ട ഇറങ്ങിപ്പോയത്. മോളെ, ഓഫീസിലേക്ക് പോകും മുമ്പ് അത്യാവശ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഏട്ടന് വളരെ വേണ്ടപ്പെട്ട ഒരാള് പെട്ടെന്ന് തലയിറങ്ങി വീണു. അതറിഞ്ഞപ്പോ ലീവ് വിളിച്ചു പറഞ്ഞിട്ട് ഏട്ടൻ അങ്ങോട്ട് പോയി. അതുകൊണ്ടായത്. അല്ല, കല്ല് വെച്ച നുണയായത്. അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആരാ ഹരിക്ക്? എന്നെക്കാളും മോളെക്കാളും ഇവരെക്കാളും ഒക്കെ വേണ്ടപ്പെട്ട ആരാ ഹരിക്കുള്ളത്? പറ, ഞാനും കൂടി അറിയട്ടെ. നിക്ക്, എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേ തീരൂ. ഒരല്പം സ്വസ്ഥമായിട്ടിരുന്ന് ചോദിച്ചാ പോരെ ഇതൊക്കെ? എന്തായാലും സത്യം അറിയണ്ടേ സിദ്ധു? എന്തിന്? ഇതെന്താ വിചാരണ കോടതിയോ? അതെ, എന്റെ മനസ്സിന്റെ കോടതിയായത്. ഇവിടെ എനിക്ക് സത്യം അറിഞ്ഞേ പറ്റൂ. എന്നോട് കള്ളം പറഞ്ഞു പോവാൻ മാത്രം എന്ത് ബന്ധം ഹരിക്ക് പുറത്തുള്ളത്? നീ കൈവിട്. വിടില്ല. രഹസ്യങ്ങൾ ഉണ്ടെങ്കിലും രഹസ്യക്കാരി ഉണ്ടെങ്കിലും ഉണ്ട്. രഹസ്യക്കാരിയും അവളുമായിട്ട് രഹസ്യങ്ങളുണ്ട്. പറയാൻ എനിക്ക് മനസ്സില്ല. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നെ? താഴും. കുടുംബത്തിന് വേണ്ടി എത്ര വേണമെങ്കിലും താഴും ഞാൻ. പക്ഷെ തരം താഴ്ത്താൻ വന്നാണല്ലോ. തരം താഴ്ത്തിയതല്ലോ, കാര്യം പറഞ്ഞതല്ലേ. നിനക്കെന്തെങ്കിലും കാര്യം പറയാൻ അനിയത്തിയുടെ ആവശ്യം വരുമ്പോൾ ഞാൻ വിളിക്കാം. തൽക്കാലം നീ നിന്റെ ഭർത്താവിന്റെ കാര്യം മാത്രം അന്വേഷിക്കുക. മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കിച്ചു കൊടുത്തോളാം. മനസ്സവാ, നമുക്ക് നമ്മുടെ കുടുംബകാര്യം മാത്രം നോക്കിയാൽ മതി. കാരണവന്മാര് പറയും വളയ്ക്കാവുള്ളൂ മക്കളെ ഒടിക്കരുതെന്ന്. ഭർത്താവിനോട് ചോദിക്കുന്നതിനും പറയുന്നതിനും ഒരു പരിധിയുണ്ട്, ഒരു രീതിയുണ്ട്. അത് വിട്ട് സംസാരിക്കുന്ന ഭാര്യ മുട്ടോളം ചാടുന്ന കൊഞ്ചിനെ പോലെയാ. അതുവരെ ക്ഷമിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ചട്ടിയില. കേൾക്കാനും പറയാനും എനിക്കൊരു മനസ്സുള്ളത് കൊണ്ടാണ് നിനക്കെന്നെ ചോദ്യം ചെയ്യാൻ പറ്റുന്നത്. എന്നെ വിളിക്കുന്നതിന് എനിക്കൊരു സെൽഫോൺ ഉണ്ട്. അതിൽ വിളിക്കാതെ എന്റെ ഓഫീസ് ഫോണിലേക്ക് വിളിച്ചത് ഗൗരിയല്ല, സംശയരോഗിയായ ഭാര്യ. നിനക്ക് മുന്നിൽ എന്റെ മനസ്സ് കൊട്ടിയടയ്ക്കാൻ നിർബന്ധിക്കരുത് ഗൗരി. അത് രണ്ടുപേർക്കും ഒരുപാട് നഷ്ടങ്ങളുണ്ടാക്കും. അതെ, എന്നെ ചോദ്യം ചെയ്യാൻ അനിയത്തിയുടെ സ്ഥാനം അമ്മയുടേതല്ല. അത് നീ ഓർക്കണം. സിദ്ധു വെറുതെ ഏട്ടന്റെ സൈഡ് പിടിച്ച് സംസാരിക്കരുതായിരുന്നു. എനിക്കിഷ്ടമായില്ല. മറ്റൊരാളുടെ ഇഷ്ടം നോക്കിയല്ലോ നമ്മൾ അഭിപ്രായം പറയേണ്ടത്. മറ്റൊരാളോ? ഭാര്യ മറ്റൊരാളാണോ? അല്ല, പക്ഷേ ഭാര്യയും ഭർത്താവും ഓരോ വ്യക്തികളാ. അവർ പ്രത്യേകം പ്രത്യേകം വ്യക്തിത്വം ഉള്ളവരാ. അഭിപ്രായ സ്വാതന്ത്ര്യം പണയം വെച്ചാ അടിമയായി പോവും. നീ എന്റെയോ ഞാൻ നിന്റെയോ അടിമയല്ല. ദാറ്റ്സ് ഫിലോസഫി. അതെനിക്കും കുറച്ചൊക്കെ മനസ്സിലാവും. മനസ്സിലാവാത്തത് സിദ്ധുവിന്റെ ഈ ആറ്റിറ്റ്യൂഡാ. ഇപ്പൊ മനസ്സിലാവാത്തത് എനിക്കാ. തെറ്റായ ഒരു കാര്യത്തെ ന്യായീകരിക്കരുത് സിദ്ധു. ഹരിയേട്ടൻ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നും ശരിയല്ല. പക്ഷേ ഹരിയേട്ടന് സപ്പോർട്ടായിട്ടാ സിദ്ധു സംസാരിക്കുന്നത്. പിന്നെന്താ, ഒരാളെ എല്ലാവരും ചേർന്ന് ഒറ്റപ്പെടുത്തണമായിരുന്നോ? എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ഒരിക്കലും തെറ്റുകൾക്ക് കൂട്ടു നിൽക്കരുത്. നീ എന്താ ഏട്ടനെന്തോ ക്രിമിനൽ കുറ്റം ചെയ്ത പോലെ സംസാരിക്കുന്നത്? ഓഫീസിലേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതായിരുന്നു. അപ്പോഴാ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലാണെന്ന് അറിയുന്നത്. അപ്പൊ അങ്ങോട്ടൊന്ന് പോയി. അതിലിത്ര പൊറുക്കാൻ പറ്റാത്ത തെറ്റെന്താ ഉള്ളത്? ആ പറഞ്ഞത് മുഴുവൻ വിശ്വസിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഏട്ടന്റെ മുഖത്ത് തന്നെയുണ്ട് കള്ളത്തരം. നീ ഇപ്പൊ എല്ലാരും സംശയത്തോടെയാണോ നോക്കുന്നത്? സംശയിച്ചു പോകുന്നതാ സിദ്ധു. ഹരിയേട്ടൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കുടുംബമായിരുന്നു ഹരിയേട്ടനെല്ലാം. ഈ മനുഷ്യന് എങ്ങനെ IPS കിട്ടിയെന്ന് ചോദിച്ച് ഗൗരിയേച്ചി കളിയാക്കുമായിരുന്നു. ഹരിയേട്ടൻ ഒന്നും മറച്ചു വെക്കുമായിരുന്നില്ല. അല്ലെങ്കിൽ ഈ വീട്ടിൽ ആർക്കും ഒന്നും പരസ്പരം മറച്ചു വെക്കാനുണ്ടായിരുന്നില്ല. മൈനയാ ആ ആത്മാർത്ഥത ഇല്ലാതാക്കിയത്. അവളാ ഈ വീട്ടിൽ ആദ്യം തെറ്റുകൾ മറച്ചു വെച്ചത്. അല്ല,
മാനസ ഒളിപ്പിച്ച തെറ്റ് അത് ഞാനായിരുന്നു. സമ്മതിച്ചു. പക്ഷേ അതൊരാളെ രക്ഷിക്കില്ലായിരുന്നു. മാത്രല്ല മൈനയോട് ഞാനെല്ലാം പറയുകയും ചെയ്തിരുന്നു. ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞതല്ല, പറയേണ്ടി വന്നതാ. അപ്പോ ഞാൻ ചെയ്തൊരു വലിയ തെറ്റാണെന്നാണോ? എന്നെ കുറ്റപ്പെടുത്തുകയാണോ സിധു? അല്ല മാനസേ, കുറ്റപ്പെടുത്തിയതല്ല. അന്ന് നീ ചെയ്തത് മനുഷ്യത്വ. ഒരുപക്ഷെ നീ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരി അത് തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞു വന്ന അതല്ല. ഒരാൾ ശരിയെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ തെറ്റായിരിക്കും. തെറ്റും ശരിയും ഓരോരുത്തരുടെയും മനസ്സും സാഹചര്യം പോലെ ഇരിക്കും. ഹരിയേട്ടന് പറയാം ഹരിയേട്ടന്റെ ന്യായീകരണങ്ങൾ ഉണ്ടാവും, ഗൗരിയച്ചിക്ക് പറയാം ഗൗരിയച്ചിയുടേത്. അതിൽ ഏതാണ് തെറ്റ് ഏതാണ് ശരിയെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ഇവിടെ ആരും തെറ്റുകാരായിട്ട് എനിക്ക് തോന്നിയില്ല. ഹരി ഉറങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം. ഉറക്കം നഷ്ടപ്പെടുത്തിയ ആൾക്ക് അത് തീർച്ചയായിട്ടും അറിയാൻ കഴിയും. ഭർത്താവിനെ വിഷമിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയല്ല ഞാൻ. സംഭവിക്കുന്നതല്ലെന്ന് മാത്രം. എന്റെ മാത്രം കുറ്റമല്ലല്ലോ അത്. കുറ്റം ഞാൻ ഏറ്റെടുക്കാം, സ്വസ്ഥത തന്നാ മതി. ഞാൻ ഹരിയുടെ ഒരു കാര്യങ്ങളും അന്വേഷിക്കരുതെന്നാണോ? ഈ രാത്രി ഒരു തർക്കത്തിന് വിടാതെ കിടന്നുറങ്ങാൻ നോക്കാം. തർക്കിക്കാനല്ല, എന്റെ വിഷമങ്ങൾ പറഞ്ഞൂടെ? കാര്യം കളപ്പുരയ്ക്കൽ കരുണാകരന്റെ മകൾ ഡോക്ടറാ. സമ്പത്തും സംസ്കാരവും സ്വാധീനവും ഉണ്ട്. പക്ഷെ ഇല്ലാത്ത ഒന്നേ ഉള്ളൂ, ഉറ്റവരിൽ നിന്നും കിട്ടുന്ന സ്നേഹം. ചെറുപ്പം മുതൽ അച്ഛന് മകളെ സ്നേഹിക്കാൻ സമയമില്ലായിരുന്നു. ഒരേ ഒരു മകൾക്ക് സ്വത്തുവകകൾ വാങ്ങിച്ചു കൂട്ടിലായിരുന്നു അച്ഛന്റെ ജോലി. അമ്മയ്ക്കും തിരക്കായിരുന്നു. ആഡംബരങ്ങളിൽ നിന്നും ആഡംബരങ്ങളിലേക്ക് കൊതിക്കാനുള്ള കൊതി. ഇപ്പതേ ഭർത്താവിനും തിരക്ക്, അവഗണന. ഞാനൊരു പെണ്ണഹരി, എനിക്കുണ്ടാവില്ലേ മോഹങ്ങള്? നിനക്ക് മോഹങ്ങൾ മാത്രമേ ഉള്ളൂ. അത് കുറച്ച് കൂടിപ്പോയി. മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനുള്ള മനസ്സില്ലാതെ പോയി. എന്നെ ആരാ മനസ്സിലാക്കിയിട്ടുള്ളത്? മനസ്സിലാക്കിയെങ്കിൽ ഹരി ഇങ്ങനെ പറയില്ലായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒരു രാത്രി കൂടി നശിപ്പിക്കരുതെന്ന്. നമ്മൾ രണ്ട് സമാന്തര രേഖകളാണ്. എത്ര അടുപ്പം കാണിച്ചാലും ഉള്ളിൽ അകൽച്ചയുണ്ട്. ഇല്ല ഹരി, അതൊക്കെ ഹരിക്ക് വെറുതെ തോന്നുന്നതാ. അല്ല, എന്ന് ഞാൻ പറയുന്നതിനെയും പ്രവർത്തിക്കുന്നതിനെയും ഗൗരി സംശയത്തോടെ നോക്കി കണ്ടു തുടങ്ങിയോ അന്നു മുതൽ സമാന്തരമായി വരച്ചിട്ട രണ്ട് രേഖകളാണ് നമ്മൾ. കൂട്ടിമുട്ടില്ല, കൂട്ടി യോജിക്കില്ല. ഉറങ്ങാൻ ശ്രമിക്കാം, ഉറക്കം വരുന്നില്ലെങ്കിലും. ഹരിനാരായണ സ്വാമി. വേണുഗോപൻ അല്ലേ? അതെ, എന്നെ അറിയോ? അറിയാത്ത ആരെയും ഇത്ര ധൈര്യത്തിൽ അകത്ത് കയറ്റില്ല. സ്വാമിയുടെ ലാപ്പിലുണ്ട് വേണുഗോപന്റെ ഫോട്ടോയും ഡീറ്റെയിൽസും. ഞാൻ സുഗന്ധി, കേട്ടു കാണും. ഇല്ല. കേട്ടോളൂ, ഞാൻ ഡീലറാണ്. വിലപേശി കൊടുക്കൽ വാങ്ങലുകൾ ഞാനാണ്. പെണ്ണ് ബ്രോക്കറാണല്ലേ? മൈൻഡ് യുവർ വേർഡ്സ്. സോറി, ഹരിനാരായണ സ്വാമി ഒന്ന് കണ്ടാൽ. പെൺകുട്ടി കസ്റ്റഡിയിലുണ്ടല്ലോ അല്ലേ? പ്ലീസ്, എനിക്ക് സംസാരിക്കാനുള്ള നിങ്ങളോടല്ല.
എന്നോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാള് വന്നിരിക്കുന്നു. ഇവളോട് എന്തും സംസാരിക്കാൻ വേണുഗോപാ, വിശ്വസ്തയാ. ഹരിസ്വാമി, എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ല. നമ്മൾ ഉദ്ദേശിച്ച ഡീല് നടക്കില്ല. നടക്കണമല്ലോ വേണുഗോപാ. നടന്നേനെ. എന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തതാ. മൈനയെ കട്ടച്ചൽ ജോണിയുടെ കാറിൽ കയറ്റി കൊടുത്തതാ ഞാൻ. പിന്നെ അവളെ സൂക്ഷിക്കാൻ കഴിയാൻ എന്റെ കുറ്റം കൊണ്ടല്ല. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനി അത് പറയണ്ട. അതെ, ഇനി നടക്കാവുന്ന കാര്യങ്ങൾ പറ. ഒന്നും നടക്കില്ല. എല്ലാം കൈവിട്ടു പോയി. അവളിപ്പോ എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. ഷീസ് മിസ്സിംഗ്. ഇത്തരം തമാശകൾ പറഞ്ഞ് ചിരിപ്പിക്കല്ലേ വേണുഗോപാ. ഞാനൊരു തൊട്ടാവാടിയാ. മൃദുല വികാരങ്ങളുടെ ഒരു കൂമ്പാരമാണ് ഞാൻ. ഞാൻ പറഞ്ഞത് സത്യമാണ്. മൈനയെ കാണാനില്ല. പറഞ്ഞ സത്യമാണെന്ന് ഹരിസ്വാമിക്ക് അന്വേഷിക്കാം. വേണ്ട, ഒരന്വേഷണത്തിനും ഞാനില്ല. ഏത് പാതാളത്തിൽ ഒളിപ്പിച്ചാലും എനിക്കവളെ വേണം. എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല അത്. കാശ് കൈനിറച്ച് എണ്ണി വാങ്ങിച്ചിട്ട് ഇപ്പൊ കൈമലർത്തുന്നു. വാങ്ങിച്ച തുക അതുപോലെ ഞാൻ തിരിച്ചു തരാം. എന്നെ ഒഴിവാക്കണം. വാങ്ങിച്ച കാശ് എനിക്ക് വേണ്ടെങ്കിലും ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചു പോയാ അത് കിട്ടണം വേണുഗോപാ. കാശിനൊക്കെ പിന്നെ കടലാസിന്റെ വിലയാ. മോഹിക്കാൻ മാത്രം മൈനെ കണ്ടിട്ടില്ലോ ഹരിസ്വാമി. കാണണ്ട. ആ ഛായാചിത്രത്തിന്റെ രൂപത്തിൽ തന്നെ ആകൃഷ്ടനായി ഞാൻ. അതുകൊണ്ട് എന്താ കാര്യം? ഹരിസ്വാമിക്ക് മറച്ചു വെക്കാനുള്ള പ്രൊഡക്റ്റ് അല്ല മൈന. കൈ മറിഞ്ഞ് മുംബൈയിലെ രാജേന്ദ്ര സേഠിന്റെ കയ്യിൽ എത്താനുള്ളല്ലേ അവള്. അതുകൊണ്ടെന്താ? സേഠ്ജിയുടെ വിശ്വസ്തനായ സേവകനാ ഞാൻ. സേഠ്ജി കഴിക്കും മുമ്പ് എത്ര മധുരമുള്ള പലഹാരമാണെങ്കിലും ഞാനൊന്ന് രുചിച്ചു നോക്കും. വല്ല വിഷാംശം ഉണ്ടെങ്കിലും. അല്ലേ സുഗന്ധി? പ്രാവും തത്തയും കുയിലും ചിത്രശലഭങ്ങളും പാറി നടന്നിട്ടുണ്ട് എന്റെ ദേഹത്ത്. മൈന ഇതാദ്യമായിട്ടാ. അതെനിക്ക് കിട്ടിയേ പറ്റൂ വേണുഗോപാ. നടക്കില്ല, എന്നെ കൊണ്ട് കഴിയില്ല. ഇനി ഞാൻ ഒന്നും പറയുന്നില്ല. പറയുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ വേണുഗോപന്? ഇനി പ്രവൃത്തിയെ നിനക്കിപ്പോ എന്തിനാ 1.5 ലക്ഷം രൂപ? ഇതുവരെ നശിപ്പിച്ചൊന്നും പോരെ? ഇതല്ല, തിരിച്ചു തരും ഞാൻ. തിരിച്ചു തരൂന്നും പറഞ്ഞ് നീ എന്നോട് 5000 രൂപ എടുത്തിട്ട് ഇപ്പൊ വർഷം 1 കഴിഞ്ഞു. ഒന്നും മിണ്ടായിരിക്കണ്ടോ? എങ്ങനെങ്കിലും സമ്മതിപ്പിച്ചെടുക്കാൻ നോക്കുമ്പോ അങ്ങനെ സമ്മതിപ്പിക്കാനൊന്നും നോക്കണ്ട. ആകെ ബാങ്കിൽ കിടക്കുന്നത് 2 ലക്ഷം രൂപയാ. അതിൽ 1 പൈസ ഞാൻ എടുക്കില്ല. ചേച്ചി, ഇതൊരു മറിവിനാ. ഇപ്പൊ തന്ന അടുത്ത മാസം പലിശ അടക്കം തിരിച്ചു തരും. ഒലക്ക തരും. കൊണ്ടുപോയതാട്ടോ ആശേ. കൊന്നുകളെ. നീയോ? അതും എന്നെയോ? മുത്തശ്ശനല്ല, എന്നെ. കാശ് കൊടുത്തില്ലെങ്കിൽ എന്നെ കൊന്നു. ആർക്കാ നീ കാശ് കൊടുക്കാനുള്ളത്? പറ. ഏത് ഏടാ കൂടത്തിലാ നീ ചെന്ന് ചാടിയത്? ചെറിയൊരു പ്രശ്നമുണ്ട്. ഒരു സേട്ടുനോട് കുറച്ച് കാശ് മേടിച്ചിരുന്നു, ഒരാളെ എത്തിച്ചു കൊടുക്കാൻ അഡ്വാൻസ് ആയിട്ട്. അത് ചെലവായി പോയി. കൊടുത്തില്ലെങ്കിൽ കുടുംബടച്ച് പണി കിട്ടും. നീ എന്റെ മുഖത്തും നോക്കി. ആരെയാ നീ എത്തിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്? അതൊരാളെ. ചേച്ചി അറിയില്ല? മൈനെ കാണാതായതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?